ഗുഡ് മോർണിംഗ്. മൈ നെയിം ഈസ് ഷാരൻ റോയ്. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഇവൾ ഈ ചുമലയൊക്കെ ഇട്ട് എങ്ങോട്ട് പോവാമെന്ന്. യെസ്, ഇന്ന് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സായ രാജേഷേട്ടനും രഞ്ജിതയും സ്വന്തമായിട്ടൊരു വീട് UK മേടിച്ചിരിക്കുന്നു. അതിൻ്റെ ഹൗസ് വാമിങ്ങിന് വേണ്ടി പോവാണ്. അനുപ്പൂടെ രാവിലെ ബഹളമാണ്. അനുപ്പൂര് ഞങ്ങൾ റെഡിയാക്കിയില്ല, ഞങ്ങൾ അവിടെ ചെന്നിട്ട് റെഡിയാക്കാനാണ്. അപ്പം ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് പറയാം. ഓക്കെ, ബൈ. ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് അവരുടെ പുതിയ വീട്ടിലേക്ക് എത്താനായിട്ട് ഏകദേശം ഒരു ഹാഫ് ആൻ അവർ ടൈമേ ഉള്ളായിരുന്നു. എങ്കിലും രാവിലത്തെ ട്രാഫിക്കെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് ഞങ്ങൾ ഒരു ചെറുതായിട്ട് ലേറ്റായി. നാട്ടിൽ നിന്ന് ഓൾറെഡി അവർ ടൈമൊക്കെ നോക്കിയിരുന്നു, ഏത് സമയത്താണ് കയറാൻ നല്ലതെന്ന്. അങ്ങനെ 10നും 10:30 ഇടയ്ക്കെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഞങ്ങൾ കയറിയപ്പോഴത്തേന് 10:15 ആയി. കറക്റ്റ് ടൈമിൽ തന്നെ കയറാൻ പറ്റി എന്തായാലും. അങ്ങനെ എല്ലാവരും ഓരോ താലമൊക്കെ എടുത്തുകൊണ്ട് അകത്തോട്ട് കയറി. അങ്ങനെ പൂജയും കാര്യങ്ങളുമായിട്ടൊന്നുമില്ല, നമ്മൾ തന്നെ പ്രാർത്ഥിച്ച് അങ്ങ് കയറുമായിരുന്നു. അങ്ങനെ രഞ്ജിതയും രാജേഷേട്ടനും വിളക്കായിട്ട് കയറി. പുറകെ കലത്തിൽ പാലും ധാന്യങ്ങളും പച്ചക്കറിയും പണപ്പെട്ടിക്കകത്ത് അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. എല്ലാമായിട്ട് നമ്മൾ പുറകെ കയറി. കലം കിഴക്കോട്ട് ശകലം ചരിച്ചു. നമുക്കൊന്നും ഇതിനെപ്പറ്റി വലിയ വിവരങ്ങളില്ലാത്തതുകൊണ്ട് നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഓരോ കാര്യങ്ങളും ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ വഴിയേ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അങ്ങനെ പാല് കാച്ചാനായിട്ട് അടുപ്പേ കയറ്റി. ഞങ്ങളെല്ലാവരും UK വന്നിട്ട് 5 വർഷമായി. ഞാൻ, രഞ്ജിത, മരിയ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പല സംസാരങ്ങളുടെ ഇടയിലും ആ ഒരു ടോപ്പിക്ക് കടന്നു വരുമായിരുന്നു, വീട് എന്നുള്ളത്. അതെന്ന് എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിദൂരതയിലേക്കുള്ള ഒരു സ്വപ്നമായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും അതിലേക്ക് നടന്നു കയറാൻ ഇവർക്ക് സാധിച്ചു. ആൻഡ് വി ആർ സോ ഹാപ്പി ഫോർ ദാറ്റ്. ഇവിടെ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഞങ്ങളെല്ലാവരും നിന്നിട്ടും പാലിനൊരു കൂസലും ഇല്ല. അതല്ലേലും അങ്ങനെയാണല്ലോ, നമ്മൾ നോക്കി നിന്നാൽ തിളയ്ക്കാത്ത പാല് അങ്ങോട്ടൊന്ന് കണ്ണു വെട്ടിയാൽ തിളച്ചു തൂവും. അയ്യോ, അങ്ങനെ അവസാനം ഞങ്ങളുടെ പാല് തിളച്ചു തൂവി. ബാക്ക്ഗ്രൗണ്ടിൽ ഞങ്ങളുടെ കുരവ് കേട്ട് പേടിക്കണ്ട കേട്ടോ. പറയൂ, വീടുടമസ്ഥ പറയൂ. സന്തോഷം? ഓക്കെ. എന്ത് വീടുടമസ്ഥ എന്ത്? ഇത് നമ്മുടെ മരിയക്കുട്ടി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, അവൾക്കൊരു കുട്ടി. ഇത് രായന്തോ. ഇവിടുത്തെ പാലായോണ്ടായിരിക്കും. ഇനി വേണ്ട, ഇനി ഇതിന്റെ ഇഷ്ടം പോലെ ഫോട്ടോഗ്രാഫേഴ്സ് ആണ് ഇവിടെ. സെലിബ്രിറ്റീസ് വീട് മേടിച്ചോണ്ട്. അങ്ങനെ പാലൊക്കെ നന്നായിട്ട് തിളച്ച് തൂകി. തുടക്കത്തിൽ തന്നെ ഫയറെല്ലാം അടിക്കി കഴിഞ്ഞത് ആരുടെയോ ഭാഗ്യം. ഞാനും രഞ്ജിതയും കൂടെ പാലൊക്കെ എല്ലാവർക്കും കൊടുക്കാനായിട്ട് എടുക്കുകയാണ് പയ്യെ. ഈ വീടിൻ്റെ അകവശമൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, വേറൊന്നും കൊണ്ടല്ല. ഫർണിച്ചറും കാര്യങ്ങളും ഒക്കെ വരാൻ കുറച്ചുകൂടെ സമയം എടുക്കാം. നമ്മളെല്ലാത്തിനും ഓർഡർ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് വരാനായിട്ട് ഇവിടെ കുറച്ച് ടൈം എടുക്കും. കുടിക്കോ. UK ഒരു വീട് മേടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രോസസ്സാണ്. വേറൊന്നും കൊണ്ടല്ല, ഒരു വീട് കണ്ടുപിടിക്കുക, അത് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുക, പിന്നെയുള്ള ബാക്കിയുള്ള പേപ്പർ വർക്ക്സ്, അങ്ങനെ കുറേയേറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ കുറേ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ടൈമിൽ കൂടെ ഇവർ കടന്നുപോയത്. അറ്റ് ലാസ്റ്റ് അവരുടെ മനസ്സിനിണങ്ങിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീടാണ് അവർ മേടിച്ചത്. പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. അപ്പത്തേണ്ട പയ്യെ ഞങ്ങൾ അവലും മലര് ശർക്കരയും പഴവും കൂടെ ഒക്കെ ഇട്ട് സെറ്റാക്കുകയാണ്. അന്നപ്പൂ തേണ്ട ഇവിടെ ഓറഞ്ചും നാരങ്ങയൊക്കെ ആയിട്ട് നടപ്പ് റെസ്റ്റ് ഇല്ലാത്ത നടപ്പാണ് കുട്ടി. ഇവർ മേടിച്ചത് ഒരു ന്യൂ ബിൽഡ് ഹൗസാണ്. ഇത് മാഞ്ചസ്റ്ററിൽ തന്നെയാണ്, ബോൾട്ടൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വരുന്നത്. മാഞ്ചസ്റ്റർ സിറ്റി സെൻറ്ററിൽ നിന്ന് ഏകദേശം ഒരു ഹാഫ് ആൻ അവർ ഡ്രൈവ് ആണ്. പിന്നെ ട്രാഫിക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, 30 to 40 minutes വരെ എടുക്കും. ഇതൊരു 3 bedroom സെമി ഡിറ്റാച്ച്ഡ് വീടാണ്. ആൻഡ് നല്ല ഭംഗിയുള്ളൊരു വീടാട്ടോ ഇത്. വളരെ ക്ലോസ് ഫ്രണ്ട്സ് മാത്രമുള്ള ഒരു ചെറിയ ഫംഗ്ഷൻ ആയിരുന്നു ഇത്. പിന്നെ കേട്ടി കഴിയുമ്പോൾ നമ്മൾ ഒത്തിരി നാൾ ഡിലേ ചെയ്യാതെ കയറി താമസിക്കണമല്ലോ എന്നോർത്താണ് ഇങ്ങനെ നടത്തിയത്. ഇനി ഇവരൊരു വലിയ പാർട്ടി ഏതാണ്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. വഴിയെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഈ വീടിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ അറിയിക്കുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ രാജേഷേട്ടനെ രഞ്ജിതയുടെയും വീട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇറ്റ്സ് മീ ഷാരൻ. ബൈ.